മുല്ലപ്പെരിയാർ ഡാം തകരാതെ നിൽക്കുന്നത് അത്ഭുതം. ഈശ്വരൻ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയിട്ട് എല്ലാ ബ്രിട്ടീഷ് കരാറുകളും റദ്ദാക്കിയിട്ടാ പോയത്. ആ കരാറാണ് 1970 കേരളം കണ്ട ഏറ്റവും ക്രൂരനായ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ പുതുക്കി കൊടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ 1970 കേരളം ഭരിച്ച CPI എന്ന പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. കാര്യങ്ങൾ വെളിച്ചത്ത് വരട്ടെ. എങ്ങനെ കല്യാണസുന്ദരം എന്ന് പറയുന്ന ഒരു MP മധുരയിൽ നിന്ന് CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായി എന്നും കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. ആ 438 കോടിയുടെ ഇലക്ട്രിസിറ്റി നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കണമല്ലേ, നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വ്യവസായം എത്രമാത്രം വളരും. ഇവിടെയുള്ള ജനങ്ങൾക്ക് മുകളിൽ ഇപ്പം എന്തൊരു ഇലക്ട്രിസിറ്റി ബില്ല. ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ കഴിയും. നമ്മൾ അനുഭവിക്കേണ്ട സ്വത്ത് ഇവർ തിരിച്ചു വാങ്ങിച്ച് തരാത്ത എന്താണ്? ഇവർക്ക് മാത്രം കിട്ടിയാൽ മതി. ഇവർക്ക് മാത്രം. എന്തൊരു ക്രൂരതയാണ്. ഇന്ന് ജനങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പെടുന്ന പാടെത്രയാണ്. ഓരോ ദിവസവും ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടി വരാല്ലേ. എന്താണ് നിങ്ങളിങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും വിഡ്ഢികളുടെ ഒരു രാജ്യമായിരുന്നു കേരളം എന്ന് പറയിപ്പിക്കാനാണോ നിങ്ങളിങ്ങനെ നിസ്സംഗത പാലിച്ച് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്? പക്ഷെ മുല്ലപ്പെരിയാർ നദിയെ കൊന്ന് വെട്ടിമുറിച്ച് അറബിക്കടലിൽ പതിക്കേണ്ട നദിയെ ബംഗാൾ ഉൾക്കടലിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 1000 കൈവഴികൾ ഡ്രൈ ആയി. താഴേക്ക് ഒരു തുള്ളി പോലും വിടാത്തതുകൊണ്ട് താഴെയുള്ള ഫോറസ്റ്റ് നശിച്ചു. ഈ കൈവഴികളൊക്കെ ജനം കയ്യേറി അവിടെ കെട്ടിടങ്ങൾ പണിയാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. ഏറ്റവും വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാക്കിയത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രളയമായിരുന്നു എന്ന്. ഇവർ രേഖകൾ കൊണ്ട് പറയട്ടെ. കേരളം ഒരിക്കലും പ്രളയത്തിലല്ലായിരുന്നു. കേരളത്തിൽ ജലനിർഗമന മാർഗങ്ങൾ ധാരാളം. ഈ നദികളൊക്കെ ഇങ്ങനെ ഒഴുകും. താറാവിനെ വളർത്താം, മീൻ വളർത്താം. സമൃദ്ധമായ ജലസമ്പത്ത്, സമൃദ്ധമായ പക്ഷിസമ്പത്ത്, സമൃദ്ധമായ മത്സ്യസമ്പത്ത്. പ്രളയം ഉണ്ടായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കൺസ്ട്രക്ഷന് ശേഷമാണ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നു പോയി എന്ന് വിചാരിക്കുക, പിന്നെ ഡാം കെട്ടൽ നടക്കില്ല. മനസ്സിലായ? കേരളം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ സമ്പത്ത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. അതിനാണ് ഈ തമിഴ്നാട്ടിൽ വെള്ളമില്ല. എന്തോരം കഥകളാണ്, വ്യാജ കഥകളെല്ലാം. അത് ബ്രിട്ടീഷുകാരുടെ ദൃഢനിശ്ചയമായിരുന്നു. ഇതുപോലത്തെ ഒരു വെജിറ്റേഷൻ ബ്രിട്ടനിലില്ല. 8000 ഏക്കറിലെ കരാറുണ്ടാക്കി, ഒരു 10000 ഏക്കർ ഭൂമി അവർ സ്വന്തമാക്കി, കാട്ടുമൃഗങ്ങളെ നായാടി അർമാദിച്ച് 6 അടി നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർ. 2 തമിഴന് വെള്ളം കൊടുക്കാനാണെന്ന് ആര് പറഞ്ഞ് വിശ്വസിക്കും? തമിഴ്നാട്ടിൽ അന്ന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെള്ളമുണ്ട് അവിടുത്തെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷനിലൂടെ അവിടെ സ്വാഭാവികമായുണ്ടായ ജലസ്രോതസ്സുകളൊക്കെ നശിപ്പിച്ചവർ. കമ്പത്ത് 1 ഏക്കർ ചുറ്റളവിൽ ഒരു ശുദ്ധജല തടാകം ഉണ്ടായിരുന്നു. അത് മുഴുവനും മുനിസിപ്പൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നികത്തി അവിടെ കെട്ടിടം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ലോക പ്ലാറ്റ്ഫോം ഉണ്ട്, change.org എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ പെറ്റീഷൻ വരും. അത് നിങ്ങൾ ഉറപ്പാക്കണം. അഡ്വക്കേറ്റ് റസൽ ജോയിസ് പെറ്റീഷൻ ആണെന്ന് ഉറപ്പാക്കണം. ഏകദേശം 8.5 ലക്ഷം ജനങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഒപ്പിടുക. ഇമെയിൽ ID ഉപയോഗിച്ച് അതിൽ ഡൊണേഷൻസ് ചോദിക്കും, change.org. അത് നിങ്ങൾ അവഗണിക്കുക. change.orgയുടെ ഒരു ഇൻകമാണ്. അതിൽ നിന്ന് ഡൊണേഷൻ ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച്
അതിൽ ഒപ്പിടാൻ കഴിയും. അത് നിങ്ങളുടെ ഒരു എഫേർട്ടാണ്. മുല്ലയാരും പെരിയാറും കൂടെയാണ് മുല്ലപ്പെരിയാർ ആയത് എന്നുള്ള ഒരു ചരിത്രം, അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തെ കുറിച്ച് നോക്കുമ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? അതെ, അങ്ങനെ തന്നെയാണ്. സഹ്യപർവ്വതത്തിൽ നിന്ന് പെരിയാറും ശിവഗിരിയിൽ നിന്ന് മുല്ലയാറും ഉത്ഭവിച്ച് 850 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ ഉയരത്തിൽ വെച്ച് സംഗമിച്ച് പിന്നെ മുല്ലപ്പെരിയാറായിട്ടാണ് താഴേക്ക് ഒഴുകിയത്. ഈ താഴേക്ക് ഒഴുകിയപ്പോൾ ഉള്ള സംഭവം, അന്നാണ് കേരളം സമ്പൽ സമൃദ്ധമായിരുന്നത്. കാരണം ഈ നദി കൊണ്ടുവരുന്ന എക്കലായിരുന്നു സകല കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന മാനുവർ വളം. സകല കൃഷി, വേറെ ഒരു വളം, ഒരു ഫെർട്ടിലൈസർ മറ്റേ FACT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊന്നും വാങ്ങിക്കില്ല. ഇതാണ് മാനുവർ, ഇതാണ് വളം. അപ്പോൾ അതുകൊണ്ട് ഈ വളം ഉള്ളത് കൊണ്ട് കേരളത്തിൽ എന്ത് കുഴിച്ചു വെച്ചാലും ഒരുപാട് വിളവ് കിട്ടും. പിന്നെ ഈ വളം വാരി കൊടുക്കാനായിട്ട് തൊഴിലാളികളുണ്ടായിരുന്നു. അവർ 3 മാസം ഒരു കൊല്ലത്തിൽ പണിയുള്ളൂ. ആ 3 മാസം കൊണ്ട് അവർക്ക് ഒരു കൊല്ലം ജീവിക്കാനുള്ള പണം കിട്ടും. അപ്പോൾ കേരളം സമ്പൽ സമൃദ്ധിയിലാകാനുള്ള കാരണം ഈ നദിയായിരുന്നു. ഈ നദി ഇങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ ഒഴുകുന്ന പെരിയാർ ഇതിൻ്റെ അവശിഷ്ടമാണ്. 1000 കൈവഴികളാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. കേരളം മുഴുവനും നനച്ചുകൊണ്ട് 1000 കൈവഴികളായിട്ട് ഒഴുകുമ്പോൾ ബാക്കിയുള്ള 43 നദികൾക്കും വെള്ളം ലഭിക്കും. ഈ മണ്ണിലേക്ക് ജലം വലിയും. അപ്പം ബാക്കിയുള്ള നദികളിലും സമൃദ്ധമായി ജലം ഉണ്ടാവും. നളാനദിയൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ഭാരതപ്പുഴ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന നദിയായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഈ ഒഴുകുന്ന ഒരു നദി ഉണ്ടെങ്കിൽ രാജ്യം സ്വാഭാവികമായും സമ്പൽ സമൃദ്ധിയിലാകും. പക്ഷെ മുല്ലപ്പെരിയാർ നദിയെ വെട്ടിമുറിച്ച് അറബിക്കടലിൽ പതിക്കേണ്ട നദിയെ ബംഗാൾ ഉൾക്കടലിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 1000 കൈവഴികൾ ഡ്രൈ ആയി. താഴേക്ക് ഒരു തുള്ളി പോലും വിടാത്തതുകൊണ്ട് താഴെയുള്ള ഫോറസ്റ്റ് നശിച്ചു. അപ്പോൾ എല്ലാ കൈവഴികളും നശിച്ച് ഈ കൈവഴികളൊക്കെ ജനം കയ്യേറി അവിടെ കെട്ടിടങ്ങൾ പണിയാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജലനിർഗമന മാർഗങ്ങൾ അവസാനിച്ചു. അപ്പോഴാണ് 1999 വെള്ളപ്പൊക്കം വന്നത്. 1999 വെള്ളപ്പൊക്കം ഉണ്ടാവാൻ കാരണം തന്നെ ഈ ഡാമാണ്. ഈ ജലനിർഗമന മാർഗങ്ങൾ അടഞ്ഞു, വെള്ളം ഒഴുകി പോകാൻ വഴിയില്ലാണ്ടായി. അങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാക്കിയത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടാണ്. അതിനു മുമ്പ് കേരളത്തിൽ പ്രളയമില്ല. അതും ഒരു ഇതുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമാണ്, ഈ മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രളയമായിരുന്നു എന്ന്. എന്ത് പ്രളയം? എവിടെ പ്രളയം ഉണ്ടായിരുന്നു? ഇവർ രേഖകൾ കൊണ്ട് പറയട്ടെ. കേരളം ഒരിക്കലും പ്രളയത്തിലല്ലായിരുന്നു. കേരളത്തിൽ ജലനിർഗമന മാർഗങ്ങൾ ധാരാളം. ഈ നദികളൊക്കെ ഇങ്ങനെ ഒഴുകും. താറാവിനെ വളർത്താം, മീൻ വളർത്താം, സമൃദ്ധമായ ജലസമ്പത്ത്, സമൃദ്ധമായ പക്ഷിസമ്പത്ത്, സമൃദ്ധമായ മത്സ്യസമ്പത്ത്. പ്രളയമൊന്നും ഉണ്ടായിട്ടില്ല. പ്രളയം ഉണ്ടായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കൺസ്ട്രക്ഷന് ശേഷമാണ്. സാർ, ഈ മുല്ലപ്പെരിയാർ ഡാം പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിർമ്മാണത്തിന്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തകർന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ പിന്നിലുള്ള ചരിത്രം എങ്ങനെയാണ് സാർ? അത് ബ്രിട്ടീഷുകാരുടെ ദൃഢനിശ്ചയമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കരാർ പ്രകാരം 8000 ഏക്കർ ഫോറസ്റ്റ് കിട്ടുക. ബ്രിട്ടൻ്റെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കണം. 2-3 ദ്വീപുകളാണ് ബ്രിട്ടൻ. ഇതുപോലെയുള്ള ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ചുറ്റും നല്ല പച്ചപ്പ്. ഇതൊന്നും ബ്രിട്ടനിൽ കാണാൻ പറ്റൂല. ചില സ്ഥലത്തൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു വെജിറ്റേഷൻ ബ്രിട്ടനിലില്ല. വന്യമൃഗങ്ങളും അതെ, കേരളത്തിലുള്ള പോലെ വന്യമൃഗങ്ങളൊന്നും ബ്രിട്ടനിലില്ല. അപ്പം ഈ ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആക്രാന്തമായി. മനസ്സിലായോ? കേരളം കണ്ടു കഴിഞ്ഞപ്പോൾ, ഫോറസ്റ്റ് അല്ല, കേരളം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആക്രാന്തമായി. അപ്പോൾ ഈ സമ്പത്ത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. അതിനാണ് ഈ തമിഴ്നാട്ടിൽ വെള്ളമില്ല, എന്തോരം കഥകളാണ്, വ്യാജ കഥകളെല്ലാം പറഞ്ഞുണ്ടാക്കി മഹാരാജാവിനെ പേടിപ്പിച്ച് മഹാരാജാവിനെ കൊണ്ട് നിർബന്ധമായിട്ടും ഒപ്പുവെപ്പിച്ച് 8000 ഏക്കറിലെ കരാറുണ്ടാക്കി. ഒരു 10000 ഏക്കർ ഭൂമി അവർ സ്വന്തമാക്കി. ആ 8000 ഏക്കറിലെ 10000 ഏക്കറിലെ ഭൂമി മരങ്ങൾ വെട്ടി ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി. താഴെയുള്ള ഉണങ്ങിപ്പോയ മരങ്ങളും വെട്ടി ഇംഗ്ലണ്ടിലേക്ക് കടത്തി.
കാട്ടുമൃഗങ്ങളെ നായാടി അർമാദിച്ച് ആറാടി നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർ. രണ്ട് തമിഴന് വെള്ളം കൊടുക്കാനാണ് ആര് പറഞ്ഞ് വിശ്വസിക്കും? തമിഴ്നാട്ടിൽ അന്ന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വെള്ളമുണ്ട് അവിടുത്തെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. പിന്നെ ഈ ഡാം കെട്ടിയതോടുകൂടി കൂടുതൽ സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ അവർക്ക് പറ്റി എന്നുള്ളത് മാത്രം ഒരു വാസ്തവമാണ്. ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷനിലൂടെ അവിടെ സ്വാഭാവികമായുണ്ടായ ജലസ്രോതസ്സുകളൊക്കെ നശിപ്പിച്ചവർ. കമ്പത്ത് ഒരേക്കർ ചുറ്റളവിൽ ഒരു ശുദ്ധജല തടാകം ഉണ്ടായിരുന്നു. അത് മുഴുവനും മുനിസിപ്പൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നികത്തി അവിടെ കെട്ടിടം നടന്നുകൊണ്ടിരിക്കുക ഇപ്പം. അപ്പോൾ അവിടുത്തെ സ്വാഭാവികമായ ജലസ്രോതസ്സുകൾ നശിപ്പിച്ച് ഇവിടെ നിന്ന് അബുണ്ടൻ്റായിട്ട് വെള്ളം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കൃഷി കുറച്ചുകൂടെ വ്യാപകമാക്കാൻ അവർക്ക് സാധിച്ച് അതിൽ നിന്ന് 50,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ച്. കേട്ടോ, നമ്മുടെ ഈ വെള്ളത്തിൽ നിന്ന് തമിഴ്നാടിൻ്റെ രണ്ട് ജില്ല ചേർത്ത് വെച്ചാൽ ഒരു കേരളമായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വൈഡ് ഏരിയയിലാണ് കൃഷി നടത്തുന്നത്. അത്രയും ഏരിയയിൽ അവിടുത്തെ അന്നത്തെ കാലത്ത് അവിടുത്തെ ജനങ്ങൾക്ക് തുച്ഛമായ കൃഷിയും തുച്ഛമായ കൃഷിയും കൊണ്ട് അവർ ജീവിച്ചു പോകും. ഇന്നൊരു വൈഡർ ഏരിയയിൽ കൃഷി നടത്തിയിട്ട് 50,000 കോടി രൂപയുടെ ലാഭം പ്രതിവർഷം തമിഴ്നാടിനുണ്ടാകുന്നു എന്ന് പറയുന്നത് തമിഴ്നാട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ്, അതായത് അഡ്വക്കേറ്റ് റസൽ ജോയി അല്ല. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 50,000 കോടിയിൽ ഒരു 10,000 കോടി കേരള ഖജനാവിലേക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് മേടിച്ച് വെക്കാൻ സാധിച്ചാൽ ഈ കേരളത്തിൽ നിന്ന് ആരും ഒരു സ്ത്രീയും ഭർത്താവിനെ പിരിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഗൾഫിൽ പോണ ഭർത്താവിനെ നോക്കിയിരിക്കേണ്ട കാര്യം സ്ത്രീകൾക്കില്ല, മക്കൾക്കുമില്ല. ഇവിടെ തന്നെ അവർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കിട്ടും. ഈ 50,000-ൽ ഒരു 10,000 കോടി നമ്മുടെ ഗവൺമെൻറ് കേരള ഖജനാവിലേക്ക് മേടിച്ച് വെച്ചാൽ 438 കോടിയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഈ വെള്ളത്തിൽ നിന്ന്. തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്, അവർക്ക് എനർജി ആവശ്യമില്ല. ആ 438 കോടിയുടെ ഇലക്ട്രിസിറ്റി നമുക്ക് നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കണമല്ലേ, നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വ്യവസായം എത്രമാത്രം വളരും. ഇവിടെയുള്ള ജനങ്ങൾക്ക് മുകളിൽ ഇപ്പം എന്തൊരു ഇലക്ട്രിസിറ്റി ബില്ല, ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ കഴിയും, ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയും. നമ്മൾ അനുഭവിക്കേണ്ട സ്വത്ത് ഇവർ തിരിച്ചു വാങ്ങിച്ച് തരാത്ത എന്താണ്? ഇവർക്ക് മാത്രം കിട്ടിയാൽ മതി, ഇവർക്ക് മാത്രം. എന്തൊരു ക്രൂരതയാണ്. ഇന്ന് ജനങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പെടുന്ന പാടെത്രയാണ്. ഓരോ ദിവസവും ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടി വരാല്ലേ. ഡൽഹിയിലൊക്കെ 5 രൂപയ്ക്ക് യാത്ര ചെയ്യേണ്ട ബസ് യാത്ര ചെയ്യേണ്ടത് 50 രൂപ കൊടുത്താൽ ഇവിടെ പോകാൻ പറ്റത്തില്ല. സാർ, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ 999 വർഷത്തെ പാട്ടക്കരാർ ഇപ്പോൾ നിലവിൽ സാറിൻ്റെ കയ്യിലുണ്ടല്ലോ. അതായത് കേരള സർക്കാർ മറ്റാർക്കും നൽകാതെ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പാട്ടക്കരാർ സാറിന് എങ്ങനെയാണ് ലഭിച്ചതും, അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണ് സാർ ഉള്ളത്? അത് ഞാൻ കേരള സർക്കാരിനെ സമീപിച്ചു വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ പാട്ടക്കരാർ വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കേരള ഗവൺമെൻറ് തന്നില്ല. കാരണം അത് ജനങ്ങൾക്ക് കാണണ്ട, അറിയണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. അപ്പോൾ അന്ന് ഞാൻ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പാട്ടക്കരാർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ആ ഓഫീസിൽ ചെന്ന് നേരിട്ട്, നിങ്ങളെന്താണ് പാട്ടക്കരാർ തരാത്തത്? ഇത് ഒരു 2 സർക്കാരുകൾ തമ്മിലുണ്ടാക്കിയ കരാർ ജനങ്ങൾക്കറിയുന്നുണ്ട്, ജനങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെക്കുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ് ഗവൺമെൻറ് ഒരു സർക്കുലർ എടുത്ത് കാണിച്ച്. അവർ പറഞ്ഞു സാറിന് മനഃപൂർവ്വം ഞങ്ങൾ തരാതിരിക്കുന്നതല്ല, ഗവൺമെൻറ് ഒരു സർക്കുലർ ഉണ്ട്, ഇത് ആർക്കും കൊടുക്കരുതെന്ന്, അതുകൊണ്ടാണ് സാറ് തരാത്തത്, അല്ലാണ്ട് സാറിനോട് വ്യക്തിപരമായിട്ട് വിരോധമുള്ളതുകൊണ്ടൊന്നും അല്ലാന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുക്കാം, അങ്ങനെ കോടതി മുഖാന്തരം കരാർ എടുപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഒരാളവിടെ നിൽക്കുന്നുണ്ട് ചുരുട്ടി പിടിച്ച ഒരു കടലാസായിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതാണ് സാർ ആവശ്യപ്പെടുന്ന മുല്ലപ്പെരിയാർ പാട്ടക്കരാർ. ഇതിൻ്റെ 1970 സപ്ലിമെൻ്ററി കരാറും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. സാറ് ഇങ്ങനെയാണ് നെഞ്ചത്ത് കഴിച്ചിട്ട് സാർ എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് തരാനുണ്ടായ. അതിൻ്റെ പുറകിൽ ഒരു ദൈവാധീനം അല്ലെങ്കിൽ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഇപ്പോൾ പാട്ടക്കരാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ പോലും റദ്ദാക്കിയ ഒരു പാട്ടക്കരാറായിരുന്നു ശ്രീ അച്യുത മേനോന്റെ കാലത്ത് തമിഴ്നാടിന് വേണ്ടി ചെയ്തു കൊടുത്തത്. അപ്പോൾ അതിനു മുന്നേ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ വരെ മാറ്റി വെച്ചിരുന്ന സംഭവം അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ട്? അതൊരു ക്രൂഷ്യൽ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കേരളത്തെ സ്നേഹിച്ച ഒരു ദിവാൻ കേരളത്തിലുണ്ടായിരുന്നു, സർ സി പി രാമസ്വാമി അയ്യർ. അദ്ദേഹത്തെയാണ് നമ്മൾ മൂക്ക് ചെത്തി വിട്ടതെന്ന് ഓർക്കണം കേട്ടോ. തഞ്ചാവൂരുകാരൻ തമിഴനും കൂടിയാണ്. ഇദ്ദേഹമാണ്
ഈ മുല്ലപ്പെരിയാർ കരാറിൻ്റെ ഒരു അനീതി അദ്ദേഹത്തെ വളരെയേറെ വേദനിപ്പിച്ചിരുന്നു. മഹാരാജാവിനെയും വേദനിപ്പിച്ചിരുന്നു കേട്ടോ. കാര്യം മഹാരാജാവ് ഇത് ഒപ്പിട്ട് കൊടുത്തുവെങ്കിലും മഹാരാജാവ് പറഞ്ഞല്ലോ അന്ന്, എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പിട്ടതെന്ന് പറഞ്ഞില്ല. അത് നല്ല വേദനയുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ഒരു അർത്ഥത്തിലും ജീവൻ പോയാലും ഒപ്പിട്ട് കൊടുക്കരുതായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തല്ലോ. അപ്പോൾ ഈ റിസർവോയർ ഏരിയയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങിയവരാണ്. അപ്പോൾ അനവധി ക്ഷേത്രങ്ങൾ ഈ റിസർവോയർ ഏരിയയിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു ക്ഷേത്രത്തെ അവിടെ ആദിപരാശക്തിയെ ദേവിയായി സങ്കല്പിച്ച് ആരാധിച്ചു വന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പൂജാരി ഇങ്ങനെ നോക്കി നിൽക്കാണ്, വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ വിഗ്രഹത്തെ വെള്ളം വന്ന് മൂടി. ഉടനെ വിഗ്രഹം അദ്ദേഹം ഇളക്കിയെടുത്ത് നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ജലം കൈക്കൊമ്പിളിലെടുത്ത് പറഞ്ഞു, നീ എന്ന് വെച്ചാൽ മഹാരാജാവിനെ ഉദ്ദേശിച്ചത്, നീയും നിന്റെ പ്രജകളും നിന്റെ അനന്തരഗാമികളും നിശ്ചയമായും ജലസമാധി അടയും. ഇതൊരു ശാപമായിട്ട് നമ്മുടെ മേലെ ഉണ്ട്. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തോളൂ, അതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ അതൊരു ശാപമായിട്ട് ഈ തലമുറകളുടെ മേലെയുണ്ട്. രാജകുടുംബത്തിൻ്റെയും രാജകുടുംബത്തിൻ്റെ അനന്തരഗാമികളുടെയും രാജാവിൻ്റെ പ്രജകളുടെയും മേലെ ഇതൊരു ശാപമായിട്ടുണ്ട്. അപ്പോൾ ആ ജലസമാധിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. പിന്നെ ചോദിച്ചില്ലേ, സർ CP രാമസ്വാമി അയ്യർ 1941 ഒരു കേസ് കൊടുത്തു മുല്ലപ്പെരിയാർ പാട്ടക്കരാറിലെ ആർബിട്രേഷൻ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട്. ഈ ക്ലോസ് പ്രകാരം ആർബിട്രേഷന് പോകാം, എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ആർബിട്രേഷന് പോകാം. അങ്ങനെ ആർബിട്രേഷൻ ഈ കേസ് വിട്ടു സർ CP രാമസ്വാമി അയ്യർ. അപ്പോൾ 2 ആർബിട്രേറ്റർ പരസ്പരം വിയോജിച്ചത് കൊണ്ട് ഒരു അമ്പയറെ നിശ്ചയിച്ചു. അങ്ങനെ കൽക്കട്ടയിലെ ഒരു പ്രസിദ്ധയായ ജഡ്ജ് നളിനി രഞ്ജൻ ചാറ്റർജി എന്ന് പറയുന്ന ജഡ്ജാണ് അമ്പയറായിട്ട് വന്നത്. അവർ തിരുവിതാംകൂറിന് അനുകൂലമായിട്ട് വിധിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചത്, അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോയത് കരാർ ലംഘനമാണ്. അതുകൊണ്ട് കരാർ റദ്ദ് ചെയ്തു. അങ്ങനെ 1941 കരാർ റദ്ദായി പോയതാണ്. പിന്നീട് 1947 ഇൻഡിപെൻഡൻസ് ആക്ട് വന്നു. ഇൻഡിപെൻഡൻസ് ആക്ട് വന്നത് ബ്രിട്ടീഷുകാർ ചിന്തിച്ചു, അവരിവിടെ നിന്ന് പോയാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഒരു കേസ് വരാൻ പാടില്ല. ക്രൗണിനെതിരെ ഒരു ഇന്ത്യൻ സിറ്റിസണോ ഇന്ത്യൻ നാടുവാഴിയോ ഇന്ത്യൻ ഗവൺമെൻറ്റോ കേസുമായിട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് അവർ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയിട്ട് എല്ലാ ബ്രിട്ടീഷ് കരാറുകളും റദ്ദാക്കിയിട്ടാണ് പോയത്. നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ടുള്ള സകല കരാറുകളും റദ്ദാക്കിയിട്ടാണ് പോയത്. അപ്പോൾ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം കരാറില്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഒരു രാജവിളംബരം ഇറക്കി. ആ രാജവിളംബരം തിരുവിതാംകൂറിൻ്റെ ഭടന്മാർ തിരുവിതാംകൂറിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നടന്ന് പെരുമ്പറ കൊട്ടി അറിയിച്ച രാജവിളംബരമാണ്. ആ രാജവിളംബര പ്രകാരം ഈ മുല്ലപ്പെരിയാർ, അതായത് രാജാവിനൊന്ന് ശ്വാസം വിടാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ആ നിമിഷം തന്നെ ഈ കരാർ റദ്ദാക്കി. അപ്പോൾ എത്രയോ നാളത്തെ ദുഃഖമുണ്ട് ഈ കരാറുള്ളത് കൊണ്ട്, എത്രയോ നാളത്തെ ഒരു രാജകുടുംബത്തിനുള്ള ദുഃഖമുണ്ട്. ആ ദുഃഖം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം ആ കരാർ റദ്ദാക്കിയിട്ട് രാജവിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ അങ്ങനെയും ഈ കരാർ റദ്ദായി പോയതാണ്. 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരവും കരാർ റദ്ദായി പോയതാണ്. ആ കരാറാണ് 1970 കേരളം കണ്ട ഏറ്റവും ക്രൂരനായ, ഏറ്റവും എന്താ പറയുക, അധർമ്മിയായ ഒരു മുഖ്യമന്ത്രി C. അച്യുതമേനോൻ പുതുക്കി കൊടുത്തത്. നമ്മളെ 10 നൂറ്റാണ്ട് കാലത്തോളം അടിമകളാക്കി വെക്കാൻ വേണ്ടിയിട്ട്, വേറൊരു സംസ്ഥാനത്തിൻ്റെ അടിമകളാക്കി 10 നൂറ്റാണ്ട് വെക്കാൻ വേണ്ടി C. അച്യുതമേനോനാണ് ആ കരാർ പുതുക്കി കൊടുത്തത് 1970. എൻ്റെ അഭിപ്രായത്തിൽ 1970 കേരളം ഭരിച്ച CPI എന്ന പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. കാര്യങ്ങൾ വെളിച്ചത്ത് വരട്ടെ. എങ്ങനെ കല്യാണസുന്ദരം എന്ന് പറയുന്ന ഒരു MP മധുരയിൽ നിന്ന് CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായി എന്നും കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. പുറത്തു വരും. ഇന്നല്ലെങ്കിൽ നാളെ ഏത് അധർമ്മവും ഏത് അനീതിയും വെളിച്ചത്ത് വരും.
കാരണം സത്യത്തിനാണ് അന്തിമമായ ജയം. മനസ്സിലാവും? ഒരു ചൊല്ലുണ്ടല്ലോ, എന്താണ് നിങ്ങളൊക്കെ പറയുന്ന ചൊല്ലാണ്, ഈ രാഷ്ട്രീയക്കാർ പറയണതാണ്, തോൽപ്പിക്കാൻ കൊല്ലാനാവും, തോൽപ്പിക്കാനാവില്ല. അതാണ് സത്യത്തിന്റെ അവസ്ഥ. അതാണ് സത്യത്തെ മൂടി വെക്കാനാവും, തോൽപ്പിക്കാനാവില്ല. സത്യം വെളിച്ചത്ത് വരും. അത് അച്യുത മേനോനല്ല, അതിലും വലിയ മേനോനാണെങ്കിൽ പോലും സത്യം വെളിച്ചത്ത് വരും. അത് കാലമെടുക്കും. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അതിൻ്റെ സമയം. കേന്ദ്ര സർക്കാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റും. CPIയുടെ സാമ്പത്തിക സ്രോതസ് 1970 CPI എന്ന് പറയുന്ന പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചാൽ മാത്രം മതി. മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തല്ലോ, എന്തോരം കഥകളാണ് പറയണത്. എനിക്ക് ഈ കഥകൾ കേൾക്കുമ്പോഴാണ് ഏതോ ഒരു വരണ്ട പാടം കാണിച്ചിട്ട് തമിഴ്നാട്ടിൽ വെള്ളമില്ലാത്ത അവസ്ഥ. തമിഴ്നാട്ടിലെ ഈ 5 ജില്ലകളും ഇന്നും നാഷണൽ ആവറേജിനേക്കാൾ മഴ പെയ്യുന്ന ജില്ലകളാണ്. എന്നിട്ടാണ് ഏതോ ഒരു വരണ്ട പാടം കാണിച്ചിട്ട് ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു വലിപ്പിക്കുന്നത്. രണ്ടാമത്തെ വലിയൊരു ബിഗ് നുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോൺ പെനികുക്ക് അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ ഇംഗ്ലണ്ടിൽ പോയി വിറ്റ്, അയാളുടെയും ഭാര്യയുടെയും കൂടി വിറ്റ് ഡാം പണിതെന്നാണ്. ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞു വരുത്തിയ ഒരു കഥയാണെന്ന് മനസ്സിലാക്കാത്ത എന്താ ഈ ജനങ്ങൾ എന്ന് ഞാൻ ഓർക്കണേ. ഇവിടുത്തെ മീഡിയാസ് മുഴുവനും പറയണ അതാണ്, ജോൺ പെനികുക്ക് അവിടെ പോയി വിറ്റെന്ന്. അയാൾക്ക് എന്തുണ്ട് അവിടെ, എന്തുണ്ടായിരുന്നു? നിങ്ങൾ അതാ ചിന്തിക്കേണ്ട. ഒരു ബ്രിട്ടീഷ് കേണലിൻ്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങളൊന്ന് അന്വേഷിക്കണം. അദ്ദേഹം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഹൗസ് ഓഫ് ലോർഡ്സിലെ മെമ്പർ പോലും അല്ല. മനസ്സിലായോ? ഹൗസ് ഓഫ് ലോർഡ്സിലെ മെമ്പർ പോലും അല്ല. അങ്ങനത്തെ ഒരാൾ അവിടെ പോയി വിറ്റ് ഇവിടെ കൊണ്ടുവന്നു. ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ പറഞ്ഞു വരുത്തിയ ഒരു കഥയാണ്. തമിഴ്നാട്ടുകാർക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ ഈ മരം മുഴുവനും വെട്ടി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകണോ? മരം തിരുവിതാംകൂർ മഹാരാജാവിന് കൊടുത്താൽ പോലെ. അല്ലാണ്ട് ഇംഗ്ലണ്ട് ഈ മരം 8000 ഏക്കറിലെ മരം വെട്ടി അവർ ഇംഗ്ലണ്ടിലേക്ക് കടത്തി. അവിടെ ബർമിംഗ്ഹാമിലും ലിവർപൂളിലും ലീഡ്സിലും മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ഒക്കെ അമ്പരചുംബികളായ മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ പണിത് ഇപ്പോഴും ഉണ്ട് അത്. അപ്പോൾ അവരുടെ ഉദ്ദേശം ആ കരാറിലും ഉണ്ട് മരം വെട്ടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അവർ ചെയ്ത വലിയൊരു ക്രൂരത എന്താണെന്ന് വെച്ചാൽ, ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം കൂടെ താഴേക്ക് വിടായിരുന്നു, ഒരു മര്യാദ. കാരണം താഴെ ഫോറസ്റ്റ് ഉണ്ടേ. അവർ ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് വിട്ടില്ല, എല്ലാം ബംഗാൾ ഉൾക്കടലിലേക്ക് വിട്ട്. ഒരു നദിയെ കൊന്ന് മുറിച്ച് നദിയുടെ സ്വാഭാവികമായ പ്രവാഹത്തെ തടസ്സപ്പെടുത്തി ബംഗാൾ ഉൾക്കടലിലേക്ക് വിട്ട്. അത് ഇന്നാണെങ്കിൽ നടക്കില്ല, കാരണം റിയോ ഡിക്ലറേഷൻ ഉണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ. ഒരു നദിയുടെ സ്വാഭാവികമായ പ്രവാഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഡാം കെട്ടാൻ പാടില്ല എന്നുണ്ട്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നു പോയി എന്ന് വിചാരിക്കുക, പിന്നെ ഡാം കെട്ടൽ നടക്കില്ല. മനസ്സിലായ? ഡാം കെട്ടൽ നടക്കണമെങ്കിൽ ഇപ്പോഴേ നടക്കുകയുള്ളൂ. ഇത് തകർന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ റിയോ ഡിക്ലറേഷനിൽ ഒരു സിഗ്നേറ്ററി ആയതുകൊണ്ട് പിന്നെ നദിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ ഒരു എമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഇപ്പോൾ ആണ് നടക്കുകയുള്ളൂ. ഇപ്പം ഡാം തന്നെ കെട്ടണമെന്നില്ല, ഡാം വേണ്ട. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ മേലെ ഒരു ഡാമുണ്ട്, അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. മുല്ലപ്പെരിയാറിൻ്റെ മുകളിലൊരു ഡാമുണ്ട്, കക്കി ഡാം, പത്തനംതിട്ടയിലെ കക്കി ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ട് അവിടെ. അപ്പോൾ ഈ കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ ഒരു 10 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് പോകേണ്ടി വരും. അപ്പോൾ 42 കിലോമീറ്റർ ഓവർഗ്രൗണ്ട്, ഒരു 10 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. 100 കോടി, മാക്സിമം 100 കോടി രൂപയാവുള്ളൂ. അതിൽ താഴെയാവുള്ളൂ. ഞാനൊരു റഫ് ഫിഗർ പറഞ്ഞാണ്. 100 കോടിയുടെ മേലെ ഒരിക്കലും ആവില്ല. 100 കോടി. പിന്നെ 3 മാസം സമയം. 3 മാസത്തെ സമയം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എനിക്ക് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്, 3.5 കോടി ജനങ്ങളുണ്ട്. പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ 1.5 കോടി ജനങ്ങൾ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ട്. അവർ മരിച്ചു എന്ന് വിചാരിക്കുക. ബാക്കിയുള്ളവർ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യം തീർന്നു. ഇനി കടൽ ഇത്രയും പേരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ ബലം പിടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചോ? ഇവർക്ക് സാംക്രമിക രോഗം ബാധിച്ച് മരിക്കൂലേ? ബാങ്കിയാവോ ഡാം തകർന്നു കഴിഞ്ഞപ്പോൾ ചൈനയിലെ 23,000, അവിടെ അങ്ങ് ജനങ്ങൾ കുറവായിരുന്നു ആ പ്രവിശ്യയിൽ, എന്നിട്ട് പോലും 23,000 ജനങ്ങൾ സാംക്രമിക രോഗം ബാധിച്ച് മരിച്ച്. അപ്പം
ഈ തിരുവനന്തപുരത്തും കാസർഗോഡും മംഗലാപുരത്തും ഇതിനൊന്നും അതിർത്തികളൊന്നും പറയാൻ പറ്റില്ല. നമുക്കാണ് അതിർത്തി, പ്രകൃതിക്ക് അതിർത്തിയൊന്നുമില്ല, രോഗാണുക്കൾക്കും അതിർത്തിയില്ല. കന്യാകുമാരിയിലും ഒക്കെ ഉള്ള ജനങ്ങൾ സാംക്രമിക രോഗം ബാധിച്ച് മരിക്കില്ലേ? ഇവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവുമോ? ട്രാൻസ്പോർട്ടേഷൻ നടക്കുമോ? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും ഭക്ഷ്യവസ്തുക്കൾ നീങ്ങുമോ? പട്ടിണി കൊണ്ട് ജനം മരിക്കില്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ഖജനാവിൽ പൈസ ഉണ്ടാവുമോ? എന്താണ് നിങ്ങളിങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും വിഡ്ഢികളുടെ ഒരു രാജ്യമായിരുന്നു കേരളം എന്ന് പറയിപ്പിക്കാനാണോ നിങ്ങളിങ്ങനെ നിസ്സംഗത പാലിച്ച് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്? ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ലോകത്തെ ഏറ്റവും വിഡ്ഢികൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലം എന്ന് രേഖപ്പെടുത്തും കേരളം. നിങ്ങൾ പ്രബുദ്ധരാണെന്ന് പറയണത് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രബുദ്ധരല്ല, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം കേരളത്തിലെ ഓരോ പൗരനും മനസ്സിലാക്കേണ്ടത് ഞാൻ പ്രബുദ്ധനല്ല. എന്നെ പ്രബുദ്ധനാണെന്ന് പറയണത് ആരാണ്? രാഷ്ട്രീയക്കാരാണ് നമ്മളെ പ്രബുദ്ധരാക്കി വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ബോധം ഉണ്ടായതുകൊണ്ടല്ല. ബോധമുള്ളവരും ഉണ്ട് കേട്ടോ ഈ നാട്ടിൽ. ബോധമില്ലാത്തവർ മൊത്തം ഞാൻ അടച്ചാക്ഷേപിച്ച് പറയണമെന്നല്ല, ബോധമില്ലാത്തവരുണ്ട്. സാധാരണക്കാർക്ക് അല്ല, ബോധമുള്ളവരുണ്ട്. ആരാ? സാധാരണക്കാർ. മനസ്സിലായോ? ഈ നാട്ടിൽ സ്കൂളിൽ പോവാത്ത കൃഷി ചെയ്യുന്ന തൊഴിലാളി, ഇവർക്കൊക്കെയാണ് ബോധമുള്ളത്. എലൈറ്റ് ക്ലാസ് ഉണ്ട്. ജഡ്ജസ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, പിന്നെ എന്താ എൻജിനീയേഴ്സ്. ഇവർക്കാണ് ബോധമില്ലാത്തത്. ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ബ്രഹ്മപുരത്ത് ടൺ കണക്കിന് ഇങ്ങനെ മാലിന്യം കൂട്ടിയിട്ട് ആ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള 80 കോടി രൂപ, അതിൽ കൂടുതലുണ്ടെന്നാണ് ശരിക്കുള്ള കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. 80 കോടി ഏതായാലും ഉണ്ട്. ആ 80 കോടി അടിച്ചു മാറ്റിയത് എന്തുപയോഗിച്ചാണ്? ഒരു തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചാണ്. നമ്മൾ മനസ്സിലാക്കണം. 80 കോടി മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വന്നത് അടിച്ചു മാറ്റിയത് വെറും തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ച് കത്തിച്ചിട്ടാണ്. കത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഡയോക്സിൻ എന്ന് പറയുന്ന മാരക വിഷം പുറത്തേക്ക് ബഹിർഗമിച്ച്. ഇതല്ലേ നിങ്ങളെല്ലാം ശ്വസിച്ചത്? ഈ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർ, വലിയ വലിയ ലോയേഴ്സ്, വലിയ വലിയ എൻജിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, അങ്ങനെ എലൈറ്റ് ഗ്രൂപ്പ് ശ്വസിച്ചത് ഇതല്ലേ? നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കൾ, ആശ്രിതർ, ഇവരെല്ലാം ഒരു 5 വർഷം കഴിയട്ടെ. നിങ്ങൾ ശ്വസിച്ച ഡയോക്സിൻ കൊണ്ട് നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ, ഹൃദയവും കരളും ലങ്സും ഒക്കെ ദ്രവിച്ച് വേദന എടുത്ത് നിങ്ങൾ പൊളയും. നിങ്ങളുടെ മക്കളും പൊളയും. ഈ പറഞ്ഞ നിങ്ങളുണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്ത് മുഴുവനും ഇവിടുത്തെ ആശുപത്രിക്കാർ വാങ്ങിച്ചെടുക്കും. എന്നാലും നിങ്ങളുടെ രോഗം മാറുമോ? നിങ്ങളുടെ വേദന ശമിക്കോ? ഇല്ല. നിങ്ങൾ അതിക്രൂരമായി, ദയനീയമായി, ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾ മരിച്ചു പോകും. എന്നിട്ട് ഇതറിയാവുന്ന നിങ്ങൾ, ഈ ഡയോക്സിൻ വിഷമാണെന്നും അത് ശ്വസിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അറിയാവുന്ന നിങ്ങൾ പ്രതികരിച്ചോ? ഒരാൾ എന്നോട് പലരും പറഞ്ഞു പ്രതികരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അതിനേക്കാളും വലിയൊരു വിഷയമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ജീവൻ തന്നെ ഓൾ ഓഫ് എ സഡൻ ഇല്ലാണ്ടാവുന്ന ഒരു വിഷയം കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിനും കയറി എങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ പ്രതികരിക്കണമെങ്കിൽ ഈ നാട് നശിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നാട് എങ്ങനെയായിരുന്നു സർ സി പി രാമസ്വാമി അയ്യരുടെ കാലത്തുനിന്ന് ചിന്തിച്ചാൽ മതി. സർ സി പി രാമസ്വാമി അയ്യരെ മൂക്ക് ചെത്തി ഇവിടെ നിന്ന് വിട്ടില്ലേ നിങ്ങൾ, ഈ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയക്കാർ? എന്നിട്ട് നിങ്ങൾ വരുത്തി വച്ചേക്കണ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളും നിങ്ങളുടെ അണികളും വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചുമ്മാ ചിന്തിക്ക്. സർ സി പി രാമസ്വാമി അയ്യരുടെ കാലത്ത് ഒരു തിരുവിതാംകൂർ രൂപയ്ക്ക് $120-130 വിലയുണ്ടായിരുന്നു. ചിന്തിക്കണം. നിങ്ങൾ അറിയണം. തൊഴിലാളികളെ, മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വന്ന തൊഴിലാളിക്ക് കൊടുത്തത് 6 അണയാണ്. 6 അണ 50 പൈസ എന്ന് വെച്ചാൽ 8 അണ. 8 അണ 50 പൈസ. അപ്പോൾ 6 അണ എത്ര വരും? 30-35 പൈസ വരും. ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് കൊടുത്തത് 6 അണ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ 6 അണ കൊടുത്താൽ ഇന്നത്തെ ഒരു 2000-3000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കായിരുന്നു അന്ന്. ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് ഇതുപോലെ ഒരു ഡാം കൺസ്ട്രക്ഷൻ, ഇത്രയും ടെക്നോളജി വികസിക്കാത്ത ഒരു സമയത്ത് ഒരു ഡാം കൺസ്ട്രക്ഷൻ, അതിന് വരുന്ന ഒരു തൊഴിലാളി, അവൻ്റെ ജീവൻ അപകടത്തിലാണ്. എപ്പോഴും മലവെള്ളപ്പാച്ചലിൽ ഒലിച്ചു പോകാം.
കല്ലുകൾ വന്ന് തലയിൽ വീഴാം. കൺസ്ട്രക്ഷൻ വർക്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ഡേഞ്ചറുണ്ട്. അത്തരം ഒരു ഡേഞ്ചറസ് ജോബ് ചെയ്യുന്ന ഒരു തൊഴിലാളി എത്ര രൂപ ചോദിക്കും? മിനിമം 2000 രൂപ ചോദിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് അഭിപ്രായമുള്ളവർ പറഞ്ഞു മിനിമം 2000 രൂപ ചോദിക്കും. അപ്പോൾ അന്നത്തെ 35 പൈസയാണ് ഇന്നത്തെ 2000 രൂപ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നത്തെ കേരളത്തിൻ്റെ സമ്പന്നത കണ്ടിട്ടാണ് ഡച്ചുകാർ, പോർട്ടുഗീസുകാർ, ഇംഗ്ലീഷുകാർ സകലരും ഇന്ത്യയിലേക്ക് വന്നത്. അല്ലാണ്ട് ഇന്ത്യയുടെ നോർത്ത് കണ്ടിട്ടൊന്നുമല്ല, കേരളത്തിൻ്റെ സമ്പത്ത് കണ്ടിട്ടാണ്, കേരളത്തിലെ സ്പൈസസ് കണ്ടിട്ടാണ്. കേരളത്തിലെ സമ്പത്ത് എന്ന് പറയുമ്പോൾ രത്നങ്ങൾ, സ്വർണം ഇതൊക്കെ ഉണ്ട്. നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാന്ന് പറയുന്നത് ചുമ്മാതൊന്നുമല്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന നിധി ആര് കൊടുത്തതാ? കേരളത്തിലെ ജനങ്ങൾ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ചതാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നതൊന്നുമല്ല. നമ്മുടെ സ്വത്ത് ഇവിടെ നിന്ന് കവർച്ച ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയവരേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ കയറി വന്ന സകലരും നമ്മുടെ സ്വത്ത് അപഹരിച്ചു പോയവരേ ഉള്ളൂ. നമ്മൾ ആരുടെയും അപഹരിച്ചിട്ടില്ല. ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് കിട്ടുന്നത്. സാറിന്റെ നിരീക്ഷണത്തിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ അതിന്റെ റൂട്ട് എങ്ങോട്ടേക്ക് ആയിരിക്കും എന്നാണ് സാറിന് തോന്നുന്നത്? ഈ വാഗമണ്ണിനടുത്ത് ഒരു നദിയുണ്ട്, അഴുത ആണെന്നാണ് എൻ്റെ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന. അഴുതയാണ്. വേറൊരു നദിയും കൂടി ഉണ്ട് അവിടെ, അതിൻ്റെ പേരിപ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ അഴുതയിൽ വരും, മണിമലയാറിൽ വരും, മീനച്ചിലാറ്റിൽ വരും, പമ്പയിൽ വരും, പെരിയാറിൽ വരും. ഇത്രയും നദികളിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ പെരിയാർ ഒഴിച്ച് ബാക്കിയുള്ള നദികളൊക്കെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പെരിയാർ പ്രധാനമായിട്ടും ഇടുക്കി ഡിസ്ട്രിക്റ്റും എറണാകുളം ഡിസ്ട്രിക്റ്റും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയായിരിക്കും വരിക. ഈ നദികളിലൂടെ ജലം കൂടി കല്ലും മണ്ണും ഒക്കെ ആയിട്ട് അത് ഒഴുകല്ല ചെയ്യണേ, വീഴുക. മുകളിലല്ലേ, 850 മീറ്റർ ഉയരത്തിലല്ലേ, അവിടുന്ന് താഴേക്ക് വീഴുകയാണ്. ഒരു വലിയൊരു ബുള്ളറ്റ് കണക്കെ പാഞ്ഞാ വരിക, ഒഴുകിയല്ല തന്നെ, ഒരു ബുള്ളറ്റ് കണക്കെ പാഞ്ഞാ വരുന്നത്. അതാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. മറിച്ച് ഇതിങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു മല മറിഞ്ഞ്, അതായത് ഭൂമി കുലുങ്ങും. ഈ വെള്ളം പെരുമ്പാവൂര് വരുമ്പോൾ, വെള്ളമല്ല, ഈ ഒരു എന്താണ് ലിക്വിഡ് എല്ലാം കൂടി ചേർന്ന സാധനം, അതാണ് വരുന്നത്. അതിൽ വണ്ടികളുണ്ടാവും, ശവശരീരങ്ങളുണ്ടാവും, ആന പോലെയുള്ള മൃഗങ്ങളുണ്ടാവും, പിന്നെ മലകളുണ്ടാവും, കല്ലുകളുണ്ടാവും, മരങ്ങളുണ്ടാവും, കെട്ടിടങ്ങളുണ്ടാവും. അതാണ് വരുന്നത്. അപ്പം അതിങ്ങനെ വലിയ ശക്തിയോടുകൂടി വന്നാൽ ചിലപ്പോൾ ഒരു മല വന്ന് ഇതിൻ്റെ ഗതിയിൽ മാർഗത്തിൽ വീഴാം. അങ്ങനെ ആകുമ്പോൾ ഇത് ഡൈവേർട്ട് ചെയ്യും. കുറച്ച് വെള്ളം മൊത്തമൊന്നും ഡൈവേർട്ട് ചെയ്യില്ല, കുറച്ച് വെള്ളം ഡൈവേർട്ട് ചെയ്യും, കുറച്ച് വെള്ളം വേറെ ദിശയിൽ പോകും. അപ്പോൾ എങ്ങനെയായാലും കേരളത്തിൻ്റെ 6 ജില്ലകൾ, പത്തനംതിട്ട തൊട്ട് തൃശ്ശൂർ വരെയുള്ള 6 ജില്ലകളെ ഡയറക്റ്റായിട്ട് തന്നെ ബാധിക്കും. 100 TMC എന്ന് വെച്ചാൽ 100 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 100 അടി താഴ്ച. ഇതാണ്. അത് നമ്മുടെ ഭാവന നിൽക്കില്ല. ആളുകൾക്ക് അതൊരു പ്രശ്നമുണ്ട്. ഈ വെള്ളം എത്രമാത്രം ഉണ്ടാവും എന്നറിയില്ല. ഇതൊരു കടലാണെന്ന് വിചാരിക്കണം. മനസ്സിലായോ? അറബിക്കടൽ പോലൊരു കടലാണ് മുകളിൽ നിന്ന് വരുന്നത്. അത് അറബിക്കടലിൽ വന്ന് വലിയ ഫോഴ്സോടെ വന്ന് പതിക്കുമ്പോൾ ഹൈഡ്രോളിക് ഹാമറിങ് എന്ന് പറഞ്ഞ പ്രതിഭാസം കൊണ്ട് കടല് ലോകത്തിൻ്റെ മറുവശത്തേക്ക് മാറിക്കൊടുക്കും. പിന്നീട് ബാലൻസ് ചെയ്യണ്ടേ, ഒരു വലിയ സുനാമി ആയിട്ട് തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ കേരളവും കർണാടകയുടെ തീരപ്രദേശങ്ങളും ഗോവയും മുംബൈയും പോകാൻ സാധ്യതയുണ്ട്. അതാണ് നോസ്ട്രഡാമസിൻ്റെ പ്രവചനം. നമ്മുടെ പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ലോക പ്ലാറ്റ്ഫോം ഉണ്ട്, change.org എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് change.org എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ചെല്ലുക. അവിടെ ചെന്നിട്ട് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ, സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ പെറ്റീഷൻ വരും. അത് നിങ്ങൾ ഉറപ്പാക്കണം, അഡ്വക്കേറ്റ് റസൽ ജോയിസ് പെറ്റീഷൻ ആണെന്ന് ഉറപ്പാക്കണം. ഏകദേശം 8.5 ലക്ഷം ജനങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ
അതിൽ ഒപ്പിടുക, ഇമെയിൽ ID ഉപയോഗിച്ച്. അതിൽ ഡൊണേഷൻസ് ചോദിക്കും, change.org, അത് നിങ്ങൾ അവഗണിക്കുക. change.orgയുടെ ഒരു ഇൻകമാണ്, അതിൽ നിന്ന് ഡൊണേഷൻ ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് അതിൽ ഒപ്പിടാൻ കഴിയും. അത് നിങ്ങളുടെ ഒരു എഫേർട്ടാണ്. ഇപ്പോൾ അതൊരു 8.5 ലക്ഷം പേര് ഒപ്പിട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ലക്ഷ്യം ഇതൊരു 12 ലക്ഷം ആക്കി പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണ്. കാരണം 3.5 കോടി ജനങ്ങളുണ്ട് ഈ രാജ്യത്ത്, കേരളത്തിൽ. അതിലൊരു ആർക്കെങ്കിലും കാണുമ്പോൾ തന്നെ ഒരു ഇത് തോന്നണ്ടേ, അതൊരു നല്ല പെറ്റീഷനാണ്. 3.5 കോടി ജനങ്ങളുള്ളിടത്ത് 8.5 മതിയോ? 10 12 പോരാ. 3.5 കോടി ജനം, ഒരു 50 ലക്ഷമെങ്കിലും വേണം. അതൊന്നും അത്ര വലിയ അത്യാഗ്രഹമൊന്നും നമ്മൾ കാണിക്കണ്ട. ഒരു 12 ആക്കാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കുക. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഒരു മനസ്സ് വരികയാണ്. ആ പെറ്റീഷനിൽ ഒപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഒരു മനസ്സ് വരുവാണ്. ആ നിങ്ങളുടെ മനസ്സോടൊപ്പം പ്രകൃതിയും ദൈവവും ഒക്കെ നിൽക്കും. അത് നിങ്ങൾ വിശ്വസിക്കുക. കാരണം എന്നോട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞത്, മുല്ലപ്പെരിയാർ ഡാം തകരാതെ നിൽക്കുന്നത് അത്ഭുതം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് റസൽ ജോയ് ഇതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈശ്വരൻ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമ്മുടെ ചെറുതാണെങ്കിലും ചെറിയൊരു എഫേർട്ട്, ഒന്ന് ഈ പെറ്റീഷനിൽ സൈൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനലിലുള്ള ഇവരുടെ ഈ പറഞ്ഞ മഴവിൽ കേരളത്തിൻ്റെയും അതുപോലെയുള്ള ചാനലുകളുടെയും വീഡിയോസ് എല്ലാം നിങ്ങളെടുത്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, എല്ലാവർക്കും, ഈ എലൈറ്റ് ക്ലാസിൻ്റെ അടുത്തൊന്നും ഇതൊന്നും എത്തിയിട്ടില്ല. അവർ തിരക്കാണല്ലോ, അവർ ലോകം വെട്ടിപ്പിടിക്കുന്നതിൻ്റെ തിരക്കാണ്. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അവർ തിരക്കാണ്. അവരുടെ ശ്രദ്ധ ഒന്നും ഇതിലൊക്കെ വന്നിട്ടേ ഇല്ല. അവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അത്യാവശ്യം കുറച്ച് ബോധം ഉണ്ടാവട്ടെ. അങ്ങനെ കൂടുതൽ ആളുകൾ ഈ മിഷനിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പലരും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചെറിയ എഫേർട്ടാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാറിപ്പോ ഇത്തരത്തിൽ പറഞ്ഞല്ലോ, അതായത് സാറിന്റെ പെറ്റീഷനെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കേരളത്തിനെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ കേരളത്തിലെ ജനങ്ങളെ, 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചെന്ന് വേണം പറയാം. വെള്ളിയാമറ്റം പഞ്ചായത്ത്, ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്താണ് വെള്ളിയാമറ്റം പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൂടി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിലുള്ള അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഫിഡവിറ്റ് ഇടും എന്ന് വെള്ളിയാമറ്റം പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടുക്കി ജില്ലയിലെ എല്ലാ സെൽഫ് ഗവൺമെൻറ്റ്സും, അതായത് മുനിസിപ്പാലിറ്റി, മറ്റു പഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്തുകളെയും ഈ ആവശ്യമായിട്ട് സമീപിച്ചിട്ട് വെള്ളിയാമറ്റം പഞ്ചായത്ത് മാത്രമാണ് ഇതിനൊരു പോസിറ്റീവ് ആക്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പഞ്ചായത്തുകളും ഒരു പോസിറ്റീവ് ആക്ഷൻ എടുക്കട്ടെ. ഈ കേസിനെ സുപ്രീം കോടതിയിൽ പിന്തുണയ്ക്കട്ടെ. അത് ഇമ്മീഡിയറ്റ്ലി ഒരു സെക്കൻഡ് കൊണ്ട് മുല്ലപ്പെരിയാർ വിഷയം തീരും. സുപ്രീം കോടതിക്ക് ഒരു വിരോധം ഉണ്ടാവില്ല. സുപ്രീം കോടതി അത് ആഗ്രഹിക്കുന്നുമുണ്ട്. അവർക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, അത് കോടതിയല്ലേ, നമ്മൾ പറയണം. കോടതിക്ക് ഒരു ഡയറക്ഷൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. കോടതിയായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പറയണം, സുപ്രീം കോടതിയിലുള്ള റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം എന്നുള്ള അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരള സർക്കാർ ഒരു അഫിഡവിറ്റ് ഇടുക. അതിൻ്റെ ചെലവ് കേരള സർക്കാർ വഹിക്കുന്നതാണെന്ന് അഫിഡവിറ്റിൽ പറയുക. അത്രമാത്രം കൊണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കപ്പെടും. അത് ഡീകമ്മീഷൻ ചെയ്യപ്പെടും. എത്രയും പെട്ടെന്ന് ഇന്ന് കൊടുത്താൽ നാളെ തന്നെ കേസ് വരും, നാളെ തന്നെ തീരും. അതാണ് മനസ്സിലായി. ഒരു ചെറിയ ഇത്രയും ജനങ്ങളുടെ ജീവൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ടൈംലി ആക്ഷൻ കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് പരിഹരിക്കപ്പെടും. ചെയ്യണം. ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം സർക്കാരിന്റെ കണ്ണ് തുറക്കട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് എന്തായാലും ആശംസിക്കാം. എന്തായാലും സാറിന്റെ സമയം നമ്മളുമായി പങ്കുവച്ചതിൽ നന്ദി. താങ്ക് യു.